അപ്പം അവർക്കും കൂടെ അവരുടെ കണ്ണീരൊപ്പുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് ഈ ക്ഷേത്രം എന്നൊരു തോന്നൽ ഭക്തജനങ്ങൾക്കുണ്ടായാൽ ഇതിനേക്കാൾ കൂടുതൽ ഭംഗിയായിട്ട് പോകും. ഇതിന് നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. കാരണം ജനങ്ങളെ ഇത്രയും ജനശക്തി ഉള്ള ഒരു യൂണിയനും ഇല്ല. 40-45,000 വീടെന്ന് പറയുമ്പോൾ എത്ര അംഗങ്ങളാണ്? കുറഞ്ഞൊരു 4 വെച്ചെങ്കിൽ കാണുകയല്ലേ? 4 ലക്ഷം അംഗങ്ങൾ. ഭഗവാനെ, ഇതിൻ്റെ ഒരു 4-1 ശക്തി ഉണ്ടെങ്കിൽ ഇവിടെ ആര് ഭരിക്കണം തീർക്കാനുള്ള ശക്തി നിങ്ങൾക്കില്ലേ? നിങ്ങൾ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ശക്തി നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും മൈൻഡ് ചെയ്യുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് 30 കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് പട്ടിയുടെ പരിഗണന പോലും ഇവിടെ കിട്ടിയിരുന്നോ? ഞാൻ വന്നതിൽ പിന്നെ അല്ലേ ഇത് പട്ടിയല്ലടാ മനുഷ്യനാടാ എന്ന് പറഞ്ഞ് ഈഴവത്തി പറ്റ ഈഴവനാണടാ എന്ന് പറഞ്ഞ ഡോക്ടർ പൽപ്പുവിൻ്റെ ആശയം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞാൻ തോന്നുന്നു. അതിനു മുമ്പ് നിങ്ങളെ കണ്ടാൽ പറഞ്ഞ കേട്ടില്ലേ, ചോത്തിയും ചോകാനും പറഞ്ഞ് പേര് പറഞ്ഞാണ് നിങ്ങളെ വിളിച്ചിരുന്നുവെങ്കിൽ ഈ 30 കൊല്ലം കൊണ്ടാണ് മാറ്റം വന്നത്. ഇവിടെ ആര് നമുക്ക് എന്ത് പരിഗണന വരുന്നുണ്ട്? ഇവിടെ ത്രിതല പഞ്ചായത്ത് വരുന്നുണ്ട്, കോളേജ് വരുന്നുണ്ട്, MLA വരുന്നുണ്ട്. ആകെ ഇവിടെ എനിക്ക് തോന്നുന്നത് ഒരു MLA ഉണ്ട് അല്ലേ, ബാബു. ഇവിടെ കോട്ടയത്ത് ആസവൻ ഒരെണ്ണം ഉണ്ട്. 4 ലക്ഷം നിങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? എത്ര കൊല്ലം നടന്നിട്ടാണ് ഇവിടെ കുറച്ച് പതിച്ചു വിട്ടത്? നമുക്ക് ശക്തി ഉണ്ടായിട്ടല്ലേ ഇവിടെ കിട്ടിയത്. ബാക്കിയുള്ളവർ എന്തുമാത്രം പതിച്ചിട്ട് പോയി? പാലായി തന്നെ 400-500 ഏക്കർ പതിച്ചിട്ട് പോയത്. ഇതിൻ്റെ എല്ലാം കണക്ക് ഞാൻ പറഞ്ഞു. ഇവിടെ MLA MP ഒക്കെ ആയി പലരും. ഇത് തന്നു. എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് തന്നത്? ബാക്കിയുള്ളവർക്കെല്ലാം എത്രയോ പണ്ടേ കൊടുത്തു. MP ഫണ്ടും MLA ഫണ്ടും എല്ലാം. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എന്തുമാത്രം പിക്നിക് സെൻറ്റർ പണിത് തരാം. ഇപ്പോഴും സഹായിക്കാലേ. കണിച്ചുളങ്കരയിൽ എനിക്ക് പണിത് തന്നല്ലോ അമ്പലത്തിന് 5.5 കോടിക്ക് പിക്നിക് സെൻറ്റർ. മുഖ്യമന്ത്രി തറക്കല്ലിട്ടു, ഉദ്ഘാടനം നടത്തി 5.5 കോടിക്ക്. സ്കൂളിൽ ഇൻഡോർ സ്റ്റേഡിയം പണിത് തന്നു. അതിനെത്ര രൂപയായി? 5.4 കോടിയായി. നിങ്ങൾ വിചാരിക്കും ഇവിടെ കുളം കുഴിക്കാൻ കാശ്? എടാ, ഞങ്ങളുടെ അമ്പലം കുളം കുഴിക്കാൻ കുഴിച്ച് പന്ത് കെട്ടി തന്ന് 1 കോടി മുടക്കി. ഇപ്പോൾ 2.25 കോടി കാണിച്ചു അമ്പലത്തിന് മുമ്പേശുള്ള കുളം വെട്ടാൻ സർക്കാർ നയിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ നിയമമുണ്ടപ്പോൾ തരാൻ ഇവരുടെ ആരുടെയും കുടുംബത്തിൽ നിന്നല്ല. പക്ഷെ അതിനുള്ള അറിവും തിരിച്ചറിവും നമുക്കില്ല. അറിവും തിരിച്ചറിവിനകത്ത് എന്തെല്ലാം നടക്കുന്നെന്ന് അറിയാവുന്ന പലരും ഇതുപോലുള്ള ആനുകൂല്യങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ നമുക്ക് നോക്കി നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ടവർ. നമ്മൾ തൊട്ട് പറഞ്ഞാൽ ഉടനെ ജാതിയായി. ജാതി പറയാമോ എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുദേവനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നമ്മളെ തകർക്കാനും തളർത്താനുമാണ് ശ്രമിക്കുന്നത്. നമുക്ക് ആരോടും വിദ്വേഷം വേണ്ട, ആരോടും ഒരു വിദ്വേഷം. എല്ലാവരും സമഭാവന, ജാതി ഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരത്തിന്. ആ മുദ്രാവാക്യം എന്നും നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഗുരുമന്ദിരങ്ങൾക്കെല്ലാം സർക്കാർ ഗ്രാൻഡ് തരേണ്ടതല്ലേ? എന്തുകൊണ്ട് തന്നുകൂടാ? കാരണം ഈ രാജ്യത്ത് സമാധാനം നിലനിൽക്കുന്നു എങ്കിൽ അതിൻ്റെ കാരണം ഗുരുവിൻ്റെ ദർശനമാണ്. ആ ഗുരുദർശനം ഈ ഗുരുമന്ദിരത്തിലൂടെ ഉരുവിട്ടുകൊണ്ട് നമ്മളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. ഒരു മതദ്വേഷമില്ലാതെ. മുസ്ലിമിനെ പറ്റി ഗുരു പറഞ്ഞെന്നാ, എന്തു നബി എന്നാ പറഞ്ഞത്? കരുണാവായ മുത്തു നബി കണ്ട രത്നമോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ മറ്റു മതങ്ങളെ നമ്മൾ ചിന്തിക്കുന്നതും നമ്മളെ ഗുരു പഠിപ്പിച്ചതും അങ്ങനെയാണ്. പക്ഷേ ഇത് മനസ്സ് വെച്ച് പ്രവർത്തിച്ചുകൊണ്ടും അതിനു വേണ്ടി പ്രചരിപ്പിച്ചുകൊണ്ടുമാണ് ഈ കേരളത്തിൽ ഇത്തരം സമാധാനം. അതേസമയത്ത് ഈ സമാധാനം ഉണ്ടാകാൻ കാരണം ഗുരുമന്ദിരത്തിലൂടെ ഗുരുവിൻ്റെ ദർശനം, സന്ദേശം ഇതെല്ലാം പരത്തുവാനും പ്രചരിപ്പിക്കുവാനും നമുക്ക് സാധിച്ചു
എന്ന വലിയൊരു ദൗത്യം കേരളത്തിൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ഓരോ ഗുരുമന്ദിരത്തിനും സർക്കാരിന് ഓരോ ഗ്രാൻഡ് തന്നാൽ എന്താ അവിടുത്തെ ഈ സന്യാസിമാർക്കോ അല്ലെങ്കിൽ ശാന്തിമാർക്കോ ഇത് കൊണ്ടു നടക്കാൻ പൂജ നടത്താൻ. കർണാടകത്തിൽ ഗുരുമന്ദിരം പണിയാൻ 2 ലക്ഷം രൂപ കൊടുക്കും. കർണാടക ഗുരുമന്ദിരം പണിയുന്നു പറഞ്ഞ അപേക്ഷ കൊടുത്താൽ 2 ലക്ഷം കിട്ടും. ഇവിടെ നമുക്ക് എന്താ തന്നെ ഗോവിന്ദ, നമുക്ക് മിണ്ടാനേ പാടില്ല, പറയരുതെന്ന്. പക്ഷെ ഇതിൻ്റെ എല്ലാം കാരണം നമ്മളെല്ലാം ഒന്നായില്ല. അതുകൊണ്ട് നാം ഒന്നായില്ല. പോയ കാലത്തെപ്പറ്റി ചിന്തിക്കാതെ വരും കാലമെങ്കിലും നമ്മുടേതാകണം.